നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും അതുപോലെ ഇറാനിയൻ മാധ്യമങ്ങളിലൊക്കെ തന്നെ വരുന്ന ഒരു വാർത്തയാണ് ഇറാൻ്റെ വ്യോമാക്രമണത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു. പിന്നീട് പുറത്തു വന്നിട്ടുള്ള ദൃശ്യങ്ങളിലുള്ളത് ബെഞ്ചമിൻ നെതന്യാഹു അല്ല, അദ്ദേഹത്തിൻ്റെ രൂപീകൃത വീഡിയോ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകളും പലതരത്തിലുള്ള സിദ്ധാന്തങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുകയാണ്. ഏതായാലും ഈ ചർച്ചകൾക്കിടയിൽ ഇപ്പോൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇറാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് അവകാശപ്പെടുന്ന ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിന് ശേഷമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ എക്സിൽ ഒരു വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത്. വീഡിയോയിൽ നെതന്യാഹു ഒരു കഫേയിൽ കോഫി ഓർഡർ ചെയ്യുകയും പലതരത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പരന്നിട്ടുള്ള കിംവദന്തികളെക്കുറിച്ച് തമാശ പറയുകയും ചെയ്യുന്നത് കാണാം. ഞാൻ മരിച്ചു, ഐ എം ഡെഡ് ഫോർ എ കോഫി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങുന്നത്. അദ്ദേഹം അവിടെ നിന്ന് ഒരു കാപ്പി ഓർഡർ ചെയ്യുന്നതും അതവിടെ നിന്ന് കുടിക്കുന്നതും ഒക്കെ തന്നെ ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ഹീബ്രു വാചകം ഉപയോഗിച്ചാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞിരിക്കുന്നത് പ്രകാരമാണ്: മരണം വരെ എന്തിനെയെങ്കിലും സ്നേഹിക്കുക എന്നർത്ഥം. എന്താണെന്നറിയാമോ, ഞാൻ എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി മരിക്കുന്നു. അവർ എങ്ങനെ പെരുമാറുന്നു എന്നത് അതിശയകരമാണെന്നാണ് അദ്ദേഹം ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. വീഡിയോയ്ക്കിടെ നെതന്യാഹു തൻ്റെ 2 കൈകളും ഉയർത്തി ക്യാമറയിലേക്ക് വിരലുകൾ കാണിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ പത്രസമ്മേളനത്തിലെ ദൃശ്യങ്ങളിൽ ഒരു കൈയിൽ 6 വിരലുകൾ വീതമുള്ളതായി കാണിച്ചിട്ടുണ്ടെന്നും ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണെന്നും സോഷ്യൽ മീഡിയയിലെ ചില പോസ്റ്റുകൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അത് അത്തരത്തിലല്ല എന്ന് കാണിക്കാനാണ് അദ്ദേഹം ഈ ഒരു വീഡിയോയിൽ തന്നെ കൈകൾ ഉയർത്തി കാണിക്കുന്നത്. എൻ്റെ വിരലുകൾ എണ്ണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അവരെ ഇവിടെയും അവിടെയും ഒക്കെ തന്നെ കാണാൻ സാധിക്കും, കണ്ടോ? വളരെ നന്നായി എന്നാണ് നെതന്യാഹു വളരെ പരിഹാസ രൂപേണ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ പൗരന്മാർക്കുള്ള സന്ദേശവും അദ്ദേഹം ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. പുറത്തുപോയി കുറച്ച് ശുദ്ധമായി ശ്വസിക്കുക, പക്ഷെ ഒരു സംരക്ഷിത സ്ഥലത്തിനടുത്ത് തന്നെ തുടരുക. നിങ്ങളുടെ പ്രതിരോധ ശേഷി അത്ഭുതകരമാണ്. അത് എനിക്കും സർക്കാരിനും IDF-നും മൊസാദിനും ശക്തി നൽകുന്നു. എനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നു ഈ നിമിഷം. പക്ഷേ ഇന്നും ഞങ്ങൾ ഇറാനെ വളരെ ശക്തമായി ആക്രമിക്കുന്നു. നിങ്ങൾ എന്നോട് മുന്നോട്ട് പോകാനാണോ പറയുന്നത്? ഞാൻ എല്ലാവരോടും പറയുന്നു, നിങ്ങളും മുന്നോട്ട് പോകൂ എന്നാണ് അദ്ദേഹം വീഡിയോയിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. എല്ലായ്പ്പോഴും ഒരു സംരക്ഷിത സ്ഥലത്തിനടുത്തായിരിക്കാനും ഹോം ഫ്രണ്ട് കമാൻഡിൻ്റെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക. ഹോം ഫ്രണ്ട് കമാൻഡിനെയും നഗര മേയർമാരെയും ശ്രദ്ധിക്കുക. ഞങ്ങൾ നിയന്ത്രണങ്ങൾ കഴിയുന്നത്ര ലഘൂകരിക്കും. കോഫിക്ക് നന്ദി, ഇത് മികച്ചതാണ്. കലോറിയെക്കുറിച്ച് എനിക്കറിയില്ല, അതുപോലെ തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വളരെ തമാശ രൂപേണ കഴിഞ്ഞ ദിവസങ്ങളിൽ താൻ മരിച്ചു എന്നുള്ള വാർത്തയ്ക്ക് ഒരു മറുപടി ആയിട്ട് കൂടിയാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചിത്രീകരിച്ച് തൻ്റെ എക്സ് അക്കൗണ്ടിൽ അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തൻ്റെ ഇസ്രായേൽ ജനതയോട് സുരക്ഷിതമായി ഇരിക്കാനും പല നിർദ്ദേശങ്ങളും കമാൻഡോസ് തരുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാനും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ നെതന്യാഹു മരിച്ചോ മരിച്ചില്ലേ എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും തന്നെ പ്രസക്തിയില്ല. അദ്ദേഹം അവിടെ ജീവനോടെയുണ്ട്. അദ്ദേഹം അവിടെ കോഫി കുടിച്ചുകൊണ്ട് നടക്കുകയാണ് എന്നുള്ളതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിട്ടുള്ള ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതേസമയം തന്നെ ഇസ്രായേൽ US കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഇറാൻ ഇപ്പോൾ അത്യാധുനികമായിട്ടുള്ള സെഞ്ചിൽ മിസൈൽ വിക്ഷേപിച്ചെന്നാണ് റിപ്പോർട്ട്. ഇറാനിയൻ പ്രസ് ടിവിയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് ആദ്യമായാണ് സെഞ്ചിൽ വിക്ഷേപിക്കുന്നത്. പൂർണ്ണമായും ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ബാലിസ്റ്റിക് മിസൈലാണിത്. ഖര ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന 2 ഘട്ടങ്ങളുള്ള ബാലിസ്റ്റിക് മിസൈലായ സെഞ്ചിലിനെ സജിൽ എന്നും അഷൂറ എന്നും പേരുകളുണ്ട്. ബാലിസ്റ്റിക് മിസൈലുകളിലെ മീഡിയം റേഞ്ചിൽ വരുന്ന മിസൈലാണിത്. ഏകദേശം 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള സെഞ്ചിൽ 700 കിലോഗ്രാം വരെ ഭാരമുള്ള യുദ്ധശേഖരം വഹിക്കാനുള്ള ശേഷിയുണ്ട്. 18 മീറ്റർ നീളവും 1.25 മീറ്റർ വ്യാസവുമുള്ള ഇതിന് 23,600 കിലോഗ്രാം ഭാരമാണുള്ളത്. അയൺ ഡോം ഉൾപ്പെടെയുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ചും പറ്റിച്ചും കടക്കാൻ കഴിവുള്ള ഈ മിസൈൽ ഉയർന്ന ഉയരത്തിൽ ദിശ മാറി സഞ്ചരിക്കും. അതിനാൽ തന്നെ ഡാൻസിംഗ് മിസൈൽ എന്നാണ് സെഞ്ചിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. 2 ഘട്ടങ്ങളിലുള്ള
ഖര ഇന്ധനം ഉപയോഗിക്കുന്നതിനാൽ തന്നെ പെട്ടെന്നുള്ള വിക്ഷേപണം സാധ്യമാകും. ഫെബ്രുവരി 28 ആരംഭിച്ച യുദ്ധത്തിന്റെ 16-ാം ദിവസമാണ് ഇറാൻ തങ്ങളുടെ അത്യാധുനിക പോർ മുനകളായ സെഞ്ചിൽ ഉൾപ്പെടെ പുറത്തെടുത്തിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇറാന് വലിയ സൈനിക മേൽക്കൈ നേടാൻ ഇത് കാരണമാകുമെന്നാണ് വിദഗ്ധ വിലയിരുത്തൽ. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുമായി ചർച്ചയ്ക്കോ കരാറിനോ ഇല്ലെന്ന നിലപാടിൽ ഉറച്ച് ഇറാൻ അമേരിക്കയുമായി ചർച്ച നടക്കുന്നതിനിടെയാണ് ആക്രമിച്ചതെന്നും വെടിനിർത്തലായി ഇറാൻ ആവശ്യപ്പെടില്ലെന്നും വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി വ്യക്തമാക്കി. വെടിനിർത്തലായി ഇറാൻ ആഗ്രഹിക്കുന്നെന്നും എന്നാൽ അമേരിക്ക അതിന് തയ്യാറല്ലെന്നും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് മറുപടിയായാണ് ചർച്ചയ്ക്ക് ഇറാൻ ആഗ്രഹിച്ചിട്ടില്ലെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയത്. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപം ഡ്രോൺ ആക്രമണം സംഭവിച്ചിട്ടുണ്ട്. വിമാനത്താവള പരിസരത്തെ ഒരു ഇന്ധന ടാങ്കിന് തീപിടിച്ചു. ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തി. തീയണയ്ക്കാനുള്ള ഊർജിത ശ്രമങ്ങളിലാണ് ദുബായ് സിവിൽ ഡിഫൻസ്. സംഭവത്തിൽ ഇതുവരെ ആളപായമോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചതായും അധികൃതർ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ മറ്റൊരു കപ്പൽ കൂടി മേഖലയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. ശനിയാഴ്ച ഇറാൻ ആക്രമിച്ച UAE ഫുജൈറ എണ്ണ സംഭരണശാലയിൽ നിന്ന് ഇന്ത്യൻ കപ്പൽ ജഗ് ലാഡ്കിയാണ് എണ്ണ നിറച്ച ശേഷം പുറപ്പെട്ടത്. 80,800 ടൺ മർബൻ ക്രൂഡ് ഓയിലാണ് കപ്പലിലുള്ളത്. എണ്ണ നിറയ്ക്കുമ്പോഴായിരുന്നു ഫുജൈറയിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണം. കപ്പലിലെ ജീവനക്കാരെല്ലാം സുരക്ഷിതരാണ്. മേഖലയിൽ നിന്ന് 2 കപ്പലുകൾ നേരത്തെ ഇന്ത്യയിൽ എത്തിയിരുന്നു. പശ്ചിമേഷ്യയെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് US-മായി ചേർന്ന് ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയുണ്ടായ യുദ്ധത്തിൽ ഇറാൻ വൻ തകർച്ച നേരിടുകയാണെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. യുദ്ധത്തിൽ അമേരിക്ക പരാജയപ്പെടുകയാണെന്ന റിപ്പോർട്ടുകൾ ഭാവന സൃഷ്ടി മാത്രമാണെന്ന് പറഞ്ഞ ട്രംപ് എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലിൽ തീ പിടിച്ചുവെന്ന വാർത്ത തള്ളുകയും ചെയ്തു. എൻ്റെ കണക്കുകൂട്ടലുകൾ പോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുകയാണ്. ഇറാൻ തകർച്ചയുടെ വക്കിലാണുള്ളത്. അല്പനേരം കൂടി അവർക്ക് പിടിച്ചു നിൽക്കാനായേക്കും. എങ്കിലും അധികകാലം നീളുമെന്ന് തോന്നുന്നില്ല. അവരുടെ വ്യോമാക്രമണവും പ്രതിരോധ സംവിധാനവും ഇതിനോടകം ഞങ്ങൾ മറികടന്നിട്ടുണ്ട്. നിലവിൽ അവർക്ക് വ്യോമ പ്രതിരോധത്തിന് സംവിധാനങ്ങളൊന്നുമില്ല. അവരുടെ പരമോന്നത നേതാവിനെ വകവരുത്താനും സുപ്രധാനമെന്ന് അവർ കരുതിയിരുന്ന ഗാർഗ് ദ്വീപിലും ബോംബാക്രമണം നടത്താനും ഞങ്ങൾക്ക് സാധിച്ചു. അവർക്ക് ഞങ്ങളുമായി മധ്യസ്ഥ ചർച്ച നടത്തണമെന്നുണ്ടായിരുന്നു. പക്ഷെ ചർച്ചകൾ നടത്താൻ അവർ തയ്യാറായിട്ടില്ലെന്നാണ് താൻ കരുതുന്നത്. വരട്ടെ, അല്പം സമയമെടുത്തിട്ടാണെങ്കിലും അവരതിന് തയ്യാറാവാതിരിക്കില്ല എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇറാൻ ഉപരോധം ഏർപ്പെടുത്തിയ സുപ്രധാന സമുദ്രപാതയായ ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് സുരക്ഷിത പാത ഒരുക്കാനുള്ള ട്രംപിന്റെ നീക്കങ്ങൾ വീണ്ടും വിഫലമായി. സുരക്ഷിത പാത ഒരുക്കുന്നതിനായി സഹായിക്കണമെന്ന ട്രംപിന്റെ സഹായം വൻ ശക്തി രാജ്യങ്ങൾ നിരസിച്ചതായാണ് വിവരം. ഹോർമുസ് കടലിടുക്കിൽ സുരക്ഷിത പാത ഒരുക്കുന്നതിനായി പല രാഷ്ട്രങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അല്പം പോലും എണ്ണ കിട്ടാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. എല്ലാവരുടെയും അവസ്ഥ അങ്ങനെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് സുരക്ഷിതമായ പാത ഒരുക്കുന്നതിന് മറ്റ് രാജ്യങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ അത് വലിയ സഹായമായേനെ. പരസ്പര സഹകരണത്തോടെ ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്നാണ് ട്രംപ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ട്രംപിന്റെ ആഹ്വാനത്തോടെ രാഷ്ട്രങ്ങൾ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഇതോടെ ആഗോളതലത്തിൽ എണ്ണവില വീണ്ടും ഉയരുന്നതായാണ് വിവരം. മേഖലയിൽ സംഘർഷാവസ്ഥ തുടരുന്ന പക്ഷം സ്ഥിതി കൂടുതൽ വഷളാകുമെന്നാണ് എണ്ണ കമ്പനികളുടെ വിലയിരുത്തൽ. US-മായി ചേർന്ന് ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഉണ്ടായ യുദ്ധം 17-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. യുദ്ധം ആരംഭിച്ച് ഇതിനോടകം 1500-ലധികം പേർ ഇറാനിൽ മാത്രമായി കൊല്ലപ്പെട്ടുവെന്നാണ് പുറത്തുവരുന്ന വിവരം.